തിരുവനന്തപുരം ശംഖുമുഖത്ത് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് അപകടത്തിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒപ്പമുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം ശംഖുമുഖത്ത് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ വലിയതുറ സ്വദേശി മഹേഷിനെ കാണാതായി. ഒപ്പമുണ്ടായിരുന്ന വിൽസൺ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 8 മണിയാകുമ്പോൾ വള്ളം ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കി ഇറക്കി ഒരു 8:15 സംഭവം നടക്കുന്നു. വീഡിയോ പിടിച്ചവരൊക്കെ സമയം നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞ പോലെ 8:15 വെള്ളം അടിച്ച് കടലടിച്ച് മറിയായിരുന്നു. ഞങ്ങൾ 2 പേര് തന്നെ ഉണ്ടായിരുന്നു. കടലിൽ വന്ന് അടിച്ച് 2 പേരും നീന്തി കുറേ നേരം നീന്തി ഒരുപാട് അവസ്ഥപ്പെട്ട് ഭയങ്കര ഇതായിരുന്നു. ഉള്ള വെള്ളമെല്ലാം കുടിച്ച് ടാങ്കൽ വയറെല്ലാം ഫുള്ളായിരുന്നു. ഞാൻ എങ്ങനെയാണ് കര വന്നിട്ടുള്ളത് പിന്നെ കല്ല് വന്നിരിക്കാൻ പറ്റില്ല. വെള്ളമൊക്കെ അവിടെ മറിഞ്ഞ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതായത് കര കമന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു ഈ വെള്ളം മറിയുമ്പോൾ? വെള്ളം മറിയുമ്പോൾ കരയിൽ നിന്ന് ഒരു 100 മീറ്ററിനകത്തെ വരുള്ളൂ. അത്രയും ഉള്ളിൽ വേണം വെള്ളം കടലടിച്ച് മറിയുന്നുണ്ട്. 2 പേരും നീക്കാൻ പറ്റില്ല. വെള്ളത്തിരുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ 2 പേരും ചാടി. വെള്ളം അപ്പുറത്ത് അങ്ങനെ കമന്ന് പോകുമ്പോഴും ഞങ്ങൾ നീന്തി എൻ്റെ കൈയും പിടിച്ചതിനെ നീന്തി ഞങ്ങൾ 2 പേരും തന്നെ നീന്തി വന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2 പേരും തളർന്ന് ഒന്നും ചെയ്യാൻ. അപ്പം എൻ്റെ കൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വാ നമുക്ക് നീന്താന്ന് പറഞ്ഞ് നീന്തി 2-3 കടലുകൂടി വന്ന് അടിച്ചപ്പം 2-3 കടൽ വരെ ഞാൻ നോക്കി. പിന്നെ നോക്കിയപ്പം എൻ്റെ കൂടെ വന്ന ആളെ കാണാൻ. മഹേഷിനായി മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം തിരച്ചിൽ നടത്തിയത്. പിന്നീട് കോസ്റ്റൽ പോലീസും കേരള പോലീസും തിരച്ചിൽ നടത്തുകയായിരുന്നു. ആന്റണി രാജു MLA, VS ശിവകുമാർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. വള്ളവും മെഷീനും പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. അതിപ്പോൾ കരയ്ക്കടിഞ്ഞ് കിടപ്പുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിഴിഞ്ഞത്തുണ്ടായിരുന്ന കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, അതുപോലെ തന്നെ ഫിഷറീസ് 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിന്നെ ബോട്ടുകൾ ഇവിടെ എത്തി തിരച്ചിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആരംഭിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ഇറങ്ങി തിരച്ചിൽ നടത്താനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തീരത്ത് കല്ലടുക്കിയിരിക്കുകയാണ്. കടൽ സ്വല്പം രൂക്ഷവുമാണ്. അതുകൊണ്ട് തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ബോട്ടുകൾ പിന്നെ കടലിൽ തന്നെ തീരത്ത് കടൽത്തീരത്ത് പിന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷറീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് ഇവിടെ. ശക്തമായ നിരീക്ഷണവും പിന്നെ തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വള്ളവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് പൊട്ടി തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. 2 മെഷീനും തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ബാക്കി വല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനല്ല പോയത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഒരു നാളെ കരയിലൂടെ മാത്രമേ അവിടെ കൊണ്ടുപോയി വിഴിഞ്ഞത്ത് പോയി മത്സ്യബന്ധനത്തിന് പോകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.